ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നസല്ലി വനസല്ലിമു അലാ റസൂലില്ലാഹ്. കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. വത്സലൻ രേഖ ദമ്പതികളുടെ മകൾ ആര്യ എവിയും മുഹമ്മദ് ഇസ്ഹാഖ് ഷാഹിദയുടെ മകൻ അലി കാർഗിലും ഇന്നിവിടെ വിവാഹിതരാവുകയാണ്. ഈ വിവാഹത്തിന് സാക്ഷിയാകുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിവാഹത്തിനുള്ള സവിശേഷത, ഈ രണ്ട് ആളുകളും രണ്ട് പ്രദേശത്തുകാരാണ് എന്നതുപോലെ രണ്ട് മതക്കാരുമാണ്. രണ്ട് മതക്കാർ തമ്മിൽ മതം മാറാതെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടും വിവാഹിതരാകാം എന്ന് വേദങ്ങളൊക്കെ പറയുന്നുവെങ്കിലും അങ്ങനെ സാധാരണ നിലക്ക് നടന്നു വരുന്നത് കാണാറില്ല. അതിന് കാരണം മനുഷ്യൻ സാമുദായികമായി മാത്രം ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പരസ്പരം ഉൾക്കൊള്ളാനും അറിയാനും അംഗീകരിക്കാനും സാധിക്കുന്ന ആളുകൾ ഏത് മത സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും പരസ്പരം വിവാഹം ചെയ്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഖുർആൻ പറയുന്നു. സൂറ മാഇദയിൽ അത് വളരെ കൃത്യമായി പറയുന്നു. വേദക്കാർ പരസ്പരം വിവാഹം ചെയ്യാം, പ്രവാചകന്മാർ അങ്ങനെ വിവാഹം ചെയ്തവരും ജീവിച്ചവരുമാണ്. ലൂത്ത് നബി എന്നറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. നോഹ എന്ന് ബൈബിളിലും നൂഹ് എന്ന ഖുർആനിലും അറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. അവരൊരുമിച്ച് താമസിച്ചിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യയായ മാരിയ എന്ന സ്ത്രീ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. പ്രവാചക ശിഷ്യന്മാരിൽ പലരുടെയും, ഹുദൈഫ പോലുള്ള പ്രവാചകന്റെ അറിയപ്പെട്ട ശിഷ്യന്മാരുടെ എല്ലാവരുടെയും പലരുടെയും ഭാര്യമാർ യഹൂദരോ ക്രൈസ്തവരോ മറ്റ് മതക്കാരോ ആയിരുന്നു. ഈ ചരിത്ര വസ്തുതകളൊന്നും പലപ്പോഴും നമ്മൾ അറിയാറില്ല. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യമായ ആനുഭൂതികമായ തലത്തിൽ അനുഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിവാഹത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഒന്നും മതം ഒരു പ്രശ്നമായി വരേണ്ടതില്ല. ഇന്ന് ആര്യ വിവാഹിതയാകുന്നത് ആര്യ ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. അലി കാർഗിൽ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. ഇങ്ങനെയുള്ള വിവാഹങ്ങൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടുപേരും അവരവരുടെ മതത്തിൽ, ഞാൻ പറയുന്നു, ആര്യക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോൾ അലി അവളെയും കൂട്ടി ഗുരുവായൂരിൽ പോകാനും, കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോകണമെന്ന് അലിക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ ഗുരുവായൂരിന് തൊട്ടപ്പുറത്തുള്ള കൊടുങ്ങല്ലൂരിലേക്ക് അലിയോടുകൂടി ആര്യയും പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാകേണ്ടത്. പ്രവാചകന്റെ ശിഷ്യന്മാരായിട്ടുള്ള പ്രമുഖരിൽ വളരെ പ്രധാനിയാണ് ഹുദൈഫത്തുൽ യമാനി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീയാണ്. അദ്ദേഹം ചെയ്യുന്നത് എല്ലാ സാബത്ത് ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും തൻ്റെ വാഹനപ്പുറത്ത് തൻ്റെ ഭാര്യയെ ഇരുത്തി
ഭാര്യയോടൊപ്പം സിനഗോഗിൽ പോകും. എന്നിട്ട് ഭാര്യ സിനഗോഗിനകത്ത് കയറി പ്രാർത്ഥിച്ച് കഴിയുന്നത് വരെ ഈ പ്രവാചക ശിഷ്യൻ പുറത്ത് കാത്തു നിൽക്കും. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തന്റെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോകും. മരിക്കുന്നത് വരെ ഇതായിരുന്നു. അദ്ദേഹത്തോട് ആരൊക്കെയോ ചോദിച്ചു, നിങ്ങൾക്കൊരു മുസ്ലിമിനെ വിവാഹം ചെയ്തുകൂടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ദൈവം അനുവദിച്ചത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ് നിങ്ങൾ ദൈവത്തേക്കാൾ വലിയ ദൈവഭക്തരായി തീരുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഇത് ഇസ്ലാം അനുവദിച്ചതാണ്, മുഹമ്മദ് നബി അനുവദിച്ചതാണ്, അവരുടെയൊക്കെ ജീവിതത്തിൽ പലവരും നാം കണ്ടതും ആണ്. ഇതൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മതം നമുക്ക് ബന്ധങ്ങൾക്ക് തടസ്സമായിക്കൂടാ. ഇന്നു മുതൽ അലിയുടെ പിതാവിന്റെ പേര് മുഹമ്മദ് ഇസ്ഹാഖ് എന്നതോടൊപ്പം വത്സലൻ എന്നുകൂടിയാണ്. ആര്യയുടെ പിതാവിന്റെ പേര് വത്സലൻ എന്നതോടൊപ്പം മുഹമ്മദ് ഇസ്ഹാഖ് എന്നുകൂടിയാണ്. അലിക്ക് ഉമ്മയെന്ന് വിളിക്കാൻ ഇന്നു മുതൽ രേഖയുണ്ട്. അതുപോലെ അമ്മ എന്ന് വിളിക്കാൻ ആര്യക്ക് ഇന്നു മുതൽ ഷാഹിദയുണ്ട്. ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാകണം. ഈ രീതിയിൽ പരസ്പരം അംഗീകരിച്ചും ഉൾക്കൊണ്ടും ജീവിക്കണം. ആളുകൾ പറയും, ഒരേ മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന്. എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ പരസ്പരം മനസ്സിലാക്കുന്നത് ഏത് മതക്കാരാണെങ്കിലും മനസ്സിലാക്കുന്നിടത്താണ് സന്തോഷവും വിനയവും വിജയവും ഉണ്ടാവുക. ഇവിടെ വിവാഹിതരാകുന്ന ഈ രണ്ട് കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം പ്രണയിച്ച് ജീവിക്കുക. വിവാഹം വരെ പ്രണയിക്കുകയും പിന്നീട് കലഹിക്കുകയും ചെയ്യുന്ന പതിവിൽ നിന്ന് നിങ്ങൾ ജീവിതാന്ത്യം വരെ പ്രണയിച്ച് ജീവിക്കാൻ ശീലിക്കണം. പ്രണയമാണ് വിജയത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെ അവളാകണമെന്നും ഞാൻ വിചാരിക്കുന്നത് പോലെ അവനാകണമെന്നുമുള്ള വാശിക്കപ്പുറത്ത് പരസ്പരം പൊറുത്തും ഉൾക്കൊണ്ടും പരസ്പരം പ്രണയിച്ചും ജീവിക്കുന്നിടത്താണ് വിജയമുണ്ടാകുന്നത്. ഇഷ്ടമല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പരസ്പരം ഉണ്ടായേക്കാം. രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നവരാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ, പരസ്പരം ആദരിക്കാൻ കഴിയണം. എൻ്റെ ഉമ്മയും നിന്റെ അമ്മയുമല്ല, നമ്മുടെ അമ്മ നമ്മുടെ ഉമ്മ. എൻ്റെ ഉപ്പയും നിന്റെ അച്ഛനുമല്ല, നമ്മുടെ അച്ഛൻ നമ്മുടെ ഉമ്മ. ആ ഒരു തലത്തിലേക്ക് ബന്ധങ്ങളെ വളർത്താൻ സാധിക്കുന്നിടത്താണ് വിജയമുണ്ടാവുക. സ്നേഹം എന്ന് പറയുന്നത് ആദരവിന്റെ കൂടി പേരാണ്. പരസ്പരം ആദരിച്ച് മുന്നോട്ട് പോകാൻ ഇരുവർക്കും സാധിക്കുമാറാകട്ടെ. അതുപോലെ ഈ ഇരിക്കുന്ന സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, രണ്ടാളുകൾ തമ്മിൽ വിവാഹിതരാകുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത അവരെ ആശീർവദിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പിന്തുണക്കുക എന്നുള്ളതാണ്. നാളെ മുതൽ തട്ടമുട്ടില്ലേ, പർദ്ദ ഉണ്ടായിട്ടില്ലേ, പൊന്നാനി പോകുന്നില്ലേ, മതം മാറിയില്ലേ എന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. ഇത് വിവാഹമാണ്. ഇസ്ലാം അംഗീകരിച്ച വിവാഹം, ഖുർആൻ അംഗീകരിച്ച വിവാഹം, മുഹമ്മദ് നബി കാണിച്ചു തന്ന വിവാഹം. ഈ വിവാഹത്തിന് എല്ലാവിധ സാധുതകളും ഉണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നും പരസ്പരം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കട്ടെ. ഈ ദമ്പതികൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അവരിലൂടെ അവർക്കും സമൂഹത്തിനും ഉപയുക്തരായ നല്ല മക്കളെ പടച്ച തമ്പുരാൻ നൽകുമാറാകട്ടെ. നമുക്ക് നിക്കാഹിലേക്ക് കടക്കാം. നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ആര്യയുടെ അച്ഛൻ വത്സലനാണ്. ആര്യ അങ്ങോട്ടിരിക്കും, വത്സലൻ അങ്ങോട്ടിരിക്കും. മഹർ എവിടെ വേണം? ഓക്കെ, ഇതാണ് മഹർ. തൃപ്തിയല്ലേ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. എന്റെയും രേഖയുടെയും മകൾ ആര്യയെ ഈ സ്വർണ്ണാഭരണം വിവാഹമൂല്യം നിശ്ചയിച്ച് ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. തൃപ്തിപ്പെട്ടിരിക്കുന്നു. നീ പറയാ.
നിങ്ങളുടെ മകൾ ആര്യയെ ഈ സ്വർണ്ണാഭരണം വിവാഹമൂല്യം നിശ്ചയിച്ച് നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാളും പറയാം. ദൈവത്തിന് സ്തുതി, പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. ആരും ഇരുന്നിരുന്ന് എഴുന്നേൽക്കരുത്. നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നിങ്ങളുടെ കസേരയിൽ തരും. അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിസ്കാരമുണ്ട്. ഇനി ദമ്പതികൾക്ക് ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ റിയാസ്ക്ക് ഒരു പാട്ട് പാടും.